ഡോക്ടർ ഷിജു ഖാൻ താങ്കളിലേക്ക് തന്നെ വരികയാണ്. ഈ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകാൻ തന്നെയാണ് കേരള സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഡോക്ടർ ഷിജു ഖാനും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി ആയിട്ട് BJPയുടെ പ്രതിനിധിയായിട്ട് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസും ചർച്ചയിൽ ചേർന്നിട്ടുള്ളത്. ഡോക്ടർ ഷിജു ഖാൻ, കേരളത്തോടുള്ള ഈ അവഗണന, കേരളത്തെ അപഹസിക്കുന്ന രീതികൾ, ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJP നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട്. പ്രധാന നേതാവായ നരേന്ദ്രമോദി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പക എന്തുകൊണ്ടാണ് BJPക്ക് ഇവിടെ ഒരു ഇടം ഇടത് പാർട്ടികൾ നൽകുന്നില്ല എന്നത് ആണോ കാരണം? യഥാർത്ഥത്തിൽ ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റം. ഇപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ തൃശ്ശൂരിലെ പ്രസംഗം തന്നെ പരിശോധിച്ചാൽ ഇപ്പോൾ BJPക്കെതിരായ ഒരു വലിയ വിമർശനം എന്ന നിലയിൽ തന്നെ ആ പ്രസംഗം ഇപ്പോൾ മാറുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ എയർപോർട്ടിലും അതോടൊപ്പം പിന്നെ കസ്റ്റംസും കേന്ദ്ര വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന UAE കോൺസുലേറ്റും അടക്കം ഭാഗമായ ഒരു വലിയ കള്ളക്കടത്തിനെ, സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണം എവിടെയായി? CBIയുടെയോ NIAയുടെയോ EDയുടെയോ ഒക്കെ അന്വേഷണങ്ങൾ ഇവിടെ നടന്നു. ആ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെറ്റായ വാർത്തകൾ നൽകിക്കൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയെയും അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള വലിയ പ്രചരണമാണ് നടന്നത്. പക്ഷേ ഒടുവിൽ എന്തായി? മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയോ ഇതുമായി ബന്ധിപ്പിക്കാവുന്ന ഒന്നും EDയുടെയോ CBIയുടെയോ NIAയുടെയോ അന്വേഷണത്തിലൊന്നും വ്യക്തമായില്ല. ഒരു തെളിവും അവർക്ക് കണ്ടെത്താനുമായില്ല. അപ്പോൾ ഈ പ്രചരണം മുഴുവൻ തെറ്റായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കേരളത്തോട് കാട്ടുന്ന പകപോക്കൽ സമീപനമാണ്. ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരായിട്ട് ED നടത്തിയ ഒന്നാമത്തെ ഗൂഢാലോചന വളരെ ശക്തമായ പ്രഹരമാണ് അവർക്ക് നിയമവ്യവസ്ഥയിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ വീണ്ടും ഈ നോട്ടീസുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അവിടെയൊക്കെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻകൈയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കയറൂരി വിട്ടുകൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെയും അതിൻ്റെ ഭാഗമായ നേതാക്കന്മാർക്കെതിരെയും ഉള്ള വലിയ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഡൽഹിയിലടക്കം EDയെ CBIയെ അതിൻ്റെ രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റുന്ന നിലപാട് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ വിഷയം, കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന. ബഹുമാന്യനായ പ്രധാനമന്ത്രി വന്നുപോയതടക്കമുള്ള സന്ദർഭങ്ങളിൽ ഈ കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക, അതിനെ സംബന്ധിച്ച് ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതികരിക്കാൻ അവർക്ക് സാധിച്ചോ? GST നഷ്ടപരിഹാര തുക അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഏറ്റവും അവസാനം ഇന്ന് വരുന്ന വാർത്ത എന്താണ്? കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഏതാണ്ട് 5600 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 7437.61 കോടി രൂപ കേരളം കടമെടുപ്പ് പരിധിയുടെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ 1838 കോടി രൂപയ്ക്ക് അനുവാദം തന്നു. 5600 കോടി രൂപയാണ് വെട്ടിക്കുറയ്ക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതെല്ലാം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുക എന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടുന്ന ഒരു വലിയ സാമ്പത്തികമായ ആവശ്യം കേരളത്തിനുള്ളപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേയുടെ അവഗണന. ഇപ്പോൾ DYFI ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാന ആവശ്യമാണ് ഈ റെയിൽവേ. കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുകയാണ്. അതോടൊപ്പം പുതിയ റെയിൽവേ ലൈനുകൾ അനുവദിക്കാതെ, പുതിയ തീവണ്ടികൾ അനുവദിക്കാതെ കേരളത്തോട് അവഗണന പ്രകടിപ്പിക്കുകയാണ്. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ല, എന്തിനാണ് ഇവർ ഇത്രമാത്രം കേരളത്തെ അവഗണിക്കുന്നത്, അവഹേളിക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന് BJP നേതാക്കന്മാർ മറുപടി പറയേണ്ടതുണ്ട്. അതിനു പകരം EDയെയും CBIയെയും ഒക്കെ കയറൂരി വിട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയപ്പെടുത്താനോ അതല്ലെങ്കിൽ നേതാക്കന്മാരെ അവഹേളിക്കാനോ ഒന്നുമുള്ള ശ്രമങ്ങളെ കേരളം അംഗീകരിക്കുകയില്ല എന്ന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഡോക്ടർ ഷിജു ഖാൻ, കഴിഞ്ഞ ദിവസവും ഇന്നും ഈ കേന്ദ്രമന്ത്രി V മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ
കേന്ദ്ര സർക്കാരിന് പ്രമോഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടക്കുന്നത്. അതിന് എന്താണ് CPM നൽകുന്ന മറുപടി? യഥാർത്ഥത്തിൽ ഈ ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമൊന്നുമല്ല, കേരളത്തിന് അർഹതപ്പെട്ടതാണ്. ആ കേരളത്തിന് അർഹതപ്പെട്ട ദേശീയപാത വികസനത്തിനെ തുരങ്കം വയ്ക്കാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ സക്രിയമായി ഇടപെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചത് 5600 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റേത് ഗവൺമെൻറ്റാണ് ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി ഈ പണം ചെലവഴിച്ചത്? നമ്മൾ പരിശോധിക്കണ്ടേ? കേരളത്തിനേക്കാൾ ദേശീയപാത വികസിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പണമനുവദിച്ച ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ കേരളം നൽകിയ പണത്തിൻ്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ദേശീയപാതയേക്കാൾ വികസനം കേന്ദ്ര ഗവൺമെൻറ് പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് പണം പിടിച്ചു വാങ്ങാനുള്ള നിലപാട് സ്വീകരിക്കാതെ കേരളത്തിൽ നിന്ന് പണം പിടിച്ചു വാങ്ങാനുള്ള നിലപാട് സ്വീകരിക്കുന്നു. 5600 കോടി രൂപയാണ് കേരളം കൂടുതൽ. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഔദാര്യമൊന്നുമല്ല. പിന്നെ ശ്രീ വി മുരളീധരനാണ്. അദ്ദേഹം ഏത് കാലത്താണ് കേരളത്തിന് വേണ്ടി നല്ല 2 വാക്ക് പറഞ്ഞിട്ടുള്ളത്? കേരളത്തെ സഹായിക്കാനെന്നല്ല, കേരളത്തെ അവഹേളിക്കാനാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ കണ്ടു. വാസ്തവത്തിൽ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ പേരെന്താണ്? കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. അദ്ദേഹം ഇന്നെന്താ പറഞ്ഞത്? അരിക്കൊമ്പൻ റോഡിനെ കുറിച്ച് പറയുകയുണ്ടായി. ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിലെ നിരവധി റോഡുകൾ, ദേശീയപാതയുടെ ഭാഗമായ നിരവധി റോഡുകൾ, ഇതെല്ലാം കാലാകാലങ്ങളായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും മുടങ്ങിക്കിടന്നു. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ നവകേരള സദസ്സ് നടന്നല്ലോ. പല ചാനലുകളും ഈ ബസ് പാതി വഴിയിൽ നിന്നുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ കൊടുത്തല്ലോ. എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനം? കേരളത്തിലെ ബഹുമാന്യരായ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയപാത വികസനത്തിൻ്റെ വിലയിരുത്തൽ അതിനുവേണ്ടി ബസ്സിൽ നിന്നിറങ്ങിയതാണ്. ഇതാ ബസ് പാതി വഴിയിൽ നിന്നുപോയി എന്ന വാർത്ത കൊടുക്കുന്ന സാഹചര്യം UDFിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മന്ത്രിമാർക്കെതിരെ സ്വീകരിച്ചത്. കേരളത്തിലെ ദേശീയപാത ഇങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരിശോധിച്ചാൽ ആ പാതയെ നവീകരിക്കുന്നതിനും അതിനാവശ്യമായ നിരവധി നടപടികൾ സ്വീകരിക്കുന്നതിനും കൃത്യമായ വിലയിരുത്തലുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്വരിതഗതിയിലുള്ള നടപടികൾ, സംസ്ഥാനം ഏതാണ്ട് 25% തുക മാറ്റിവെച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി ഈ പണം ചെലവഴിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൻ്റെ സർക്കാരാണല്ലോ, അത് ജനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ട കുടിശ്ശിക പിടിച്ചു വയ്ക്കാതെ നിരവധി കുടിശ്ശിക കേരളത്തിന് കിട്ടാനുണ്ട്. അത് തിരിച്ചു കൊടുക്കണം, അത് തരണം. അതിനുവേണ്ടിയുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഷിജു ഖാൻ, കേന്ദ്ര സർക്കാർ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ട ഘട്ടത്തിൽ കേരളത്തെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ ഈ രീതിയിൽ പ്രത്യക്ഷമായി തന്നെ ആ സമ്മർദ്ദം ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഘട്ടം വരുന്നത് എന്തുകൊണ്ടാണെന്ന് കരുതണം. അവിടെ BJPക്ക് ഒരു സ്ഥാനം ഉണ്ടാകുന്നില്ല. അതിന് CPM ഭരിക്കുന്ന ഇടത് സർക്കാർ ഉള്ള കേരളം ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നതുകൊണ്ടാണോ? ഇപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ റെയിൽവേയുടെ കാര്യം, ഇപ്പോൾ കേരളയിൽ അടക്കമുള്ള പദ്ധതികൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അത് യൂറോപ്പിലാവട്ടെ, ഏഷ്യയിലാകട്ടെ, അതോടൊപ്പം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലാവട്ടെ 300-350 km/h വേഗതയിൽ ട്രെയിനുകൾ സഞ്ചരിക്കുമ്പോൾ ഇവിടെ 70-80-90 km/h ഓടുന്ന ട്രെയിനുകൾ മതി. ഇതാണോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്? അതാണോ കേരളയിൽ തടയുന്നതിന് വേണ്ടി ഇവർ കണ്ടെത്തുന്ന ന്യായീകരണം? അതോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ട്രെയിനുകളിലെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ റെയിൽവേക്ക്, സദേൺ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ട്രെയിനുകൾ ഈ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളാണ്. നിരവധി ട്രെയിനുകളുണ്ട്. ആ ട്രെയിനുകൾ കേരളത്തിലൂടെ ഓടുന്നു. നമ്മൾ അന്തസ്സായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് പുതിയ ട്രെയിനുകൾ ഇവർ തരണ്ടേ? പുതിയ നഞ്ചങ്കോട്, മൈസൂർ അടക്കമുള്ള പാതകൾക്ക് അനുവാദം തരണ്ടേ?
ശബരി റെയിൽപാത അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുവാദം തന്ന നിലപാട് സ്വീകരിക്കണ്ടേ? അതൊന്നും ഇവർ സ്വീകരിക്കുന്നില്ല. ഉത്സവ സീസണിലടക്കം റെയിൽവേ കാട്ടുന്ന അവഗണന പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്താ ഇവർ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് കേരളത്തിലെ സുപ്രധാന റൂട്ടുകളിലോടുന്ന ട്രെയിനുകളിൽ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റും ജനറൽ കമ്പാർട്ട്മെൻറ്റും വെട്ടിക്കുറയ്ക്കുക. അങ്ങനെ വെട്ടിക്കുറച്ചുകൊണ്ട് തേർഡ് എ സിയുടെ എണ്ണം കൂട്ടുക. അപ്പോൾ സാധാരണക്കാർക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു. പ്രീമിയം, ഫ്ലക്സി, തൽക്കാൽ ഇനത്തിൽ വൻ തുകയാണ് ഈ റെയിൽവേ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. പിന്നെ വന്ദേ ഭാരതാണ് കൊണ്ടുപോകുന്നത്. വന്ദേ ഭാരത് കൊണ്ടുപോകുന്ന ഏറ്റവും അവസാനം തന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നേ മറ്റു പല സംസ്ഥാനങ്ങൾക്കും കിട്ടി, അവസാനം തന്നിരിക്കുകയാണ്. എന്താ തരാൻ കാരണം? ഒന്നാമത്തെ ട്രെയിൻ തന്ന് രണ്ടാമത്തെ ട്രെയിൻ തരാൻ കാരണം എന്താ? കേരളം നല്ലതുപോലെ ഇവിടെ ഈ തീവണ്ടിയിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇനിയും തീവണ്ടികൾ കേരളത്തിന് ആവശ്യമാണ്. ഈ വന്ദേ ഭാരത് നിലവിലുള്ള റൂട്ടിലൂടെ ഓടുമ്പോൾ പിടിച്ചു നിർത്തുകയാണ് മറ്റ് പല ട്രെയിനുകളെയും. മറ്റ് പ്രധാനപ്പെട്ട ട്രെയിനുകളെ അവിടെ നിർത്തിയ ശേഷമാണ് ഈ വന്ദേ ഭാരതിന് പോകാൻ സാധിക്കുന്നത്. അവിടെയും ജനങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ ഗവൺമെൻറ് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് കാണണം. പിന്നെ ഗവർണറെ കയറൂരി വിട്ടുകൊണ്ടാണ് കേരളത്തിനെതിരായ നിലപാട് ഇവർ ആവർത്തിക്കുന്നത്. ഗവർണറെ കയറൂരി വിടുന്നു, നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നാനാതുറകളിൽ നിന്ന് കേരളത്തോടുള്ള പകപോക്കൽ, ആ നിലപാട് ഇവർ സ്വീകരിക്കുകയാണ്. യെസ്.